ഈ അതായത് പിണറായി വിജയൻ എന്നാൽ വലിയൊരു കടുപ്പക്കാരനാണ്, ചിരിക്കാത്ത ആളാണ് എന്നൊരു ധാരണ പുറത്തുണ്ട്. എന്നാൽ അടുത്ത പരിചയമുള്ളവർക്ക് നേരെ മറിച്ചുള്ള അഭിപ്രായമാണ്. ഈ പ്രകൃതം സ്വയം എടുത്തണിഞ്ഞതാണോ, അതോ ഈ കടുപ്പക്കാരനെന്ന ഇമേജ് മാറ്റണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, അതോ ആളുകൾ തന്നെ അത് തിരിച്ചറിയട്ടെ എന്നാണോ നിലപാട്? അത് ബ്രാൻഡ് ചെയ്യപ്പെടുന്നതാണ്. കാരണം ഞാനൊരു ഇടതുപക്ഷ പ്രവർത്തകൻ, പ്രത്യേകിച്ച് CPIM-ൻ്റെ ഒരു പ്രധാനി എന്നൊക്കെയുള്ള നിലയിൽ വരുമ്പോൾ അതിലൊരു സാധാരണയിൽ നിന്നൊരു വ്യത്യസ്തനാണ് എന്ന് കാണിക്കൽ നമ്മുടെ ചില ആളുകൾക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു മനുഷ്യന് പല ഭാവങ്ങളുണ്ടാവുമല്ലോ, അതിലേതെങ്കിലും ക്ഷോഭിച്ച ഭാഗമുണ്ടെങ്കിൽ അതായിരിക്കും കൊടുക്കുന്ന ചിത്രങ്ങൾ. അപ്പോൾ മറ്റ് സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ അവരെ കയ്യിലുണ്ടാവും, പക്ഷെ അത് കൊടുക്കേണ്ടതില്ല എന്ന് അവർ വെക്കും. ഞാൻ പിന്നെ എന്നെപ്പറ്റി വരുന്ന വാർത്തകളിൽ അധികം അങ്ങനെ വ്യാകുലപ്പെടാറില്ല. അതിപ്പോൾ സ്വാഭാവികമായിട്ട് വരുന്നൊരു കാര്യമായിട്ട് ഞാൻ കാണാറില്ല. ഞാൻ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയോടുള്ള എതിർപ്പിൻ്റെ ഭാഗമായി അത് എന്നിലൂടെ പ്രകടിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ എന്ന നിലക്കാണ് ഞാനത് കാണാറ്. ഈ എതിർപ്പ് ഉയർത്തുന്നവരോടും ഒരു തരത്തിലുള്ള ഈർഷ്യയോ വിദ്വേഷമോ എനക്കൊട്ടുണ്ടാകാറുമില്ല. അവരവരെ രീതി സ്വീകരിക്കുന്നു എന്ന് മാത്രമേ കാണാറുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു തെറ്റായ കാര്യം വന്നാൽ, ഇപ്പോൾ സാധാരണ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ പല മാധ്യമങ്ങളെയും അപ്പം തന്നെ വിളിക്കും. എന്താ നിങ്ങളങ്ങനെ കൊടുത്തത്, ഇങ്ങനെ കൊടുത്തത് ശരിയാണോ എന്നൊക്കെ പറയും. ഇന്ന് വരെ ഒരാളെ ഞാൻ വിളിക്കാൻ പോയിട്ടില്ല. എന്ത് വാർത്ത വന്നാലും അതവിടെ നിന്നോട്ടെ എന്നുള്ളതാണ്. അങ്ങനെയൊരു പ്രകൃതമാണ് ഞാൻ സ്വീകരിച്ചു വരാറുള്ളത്. അത് വീട്ടിലെ ഒരു അച്ഛൻ മുത്തച്ഛൻ അല്ലേ? അപ്പൊ ഏത് തരത്തിലുള്ളൊരു സമീപനമാണ് കുട്ടികളോടോ പേരൊക്കെ? അത് വീട്ടിലെത്തിയാൽ ഞാൻ അവരുടെ സ്വന്തം ആള് തന്നെ, അതിനകത്ത് പ്രശ്നമില്ല. എൻ്റെ പുറത്തുള്ള എല്ലാ തിരക്കുകളും ഇപ്പൊ കുറച്ച് പ്രയാസമുണ്ട്. ഇപ്പൊ ഈ ദിവസങ്ങള് വല്ലാത്ത പ്രയാസങ്ങൾ. അതുവരെയുള്ള കാലം എടുത്താൽ വീട്ടിലെത്തിയാൽ ഞാൻ വീട്ടിൻ്റെ ഒരാളായിട്ടങ്ങ് മാറുകയാണ്. അതിന് ഒരു പ്രശ്നം ഉണ്ടാകാറില്ല. അത് കുട്ടികൾക്കും ഉണ്ടാകാറില്ല, വേറെ കുട്ടിക്കും ഒന്നും ഉണ്ടാകാറില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. സാർ, ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് പഴയ കാലത്തെ അപേക്ഷിച്ച് ഒരുപാട് അവസരങ്ങളുണ്ട്. ഈ സ്മാർട്ട് ഫോണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതൊക്കെ വന്നതോടുകൂടി അറിവ് സമ്പാദിക്കാൻ ഒരുപാട് വഴികളുണ്ട്. പഴയ കാലം പോലല്ല. എങ്കിലും പുതിയ തലമുറ നേരിടുന്ന ഭയങ്കരമായ സമ്മർദ്ദങ്ങളുണ്ട്. ആ സമ്മർദ്ദങ്ങൾ വലുതാണ്. അവരോടൊരു ഒരു മുത്തശ്ശൻ എന്ന നിലയിൽ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അല്ല, ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ കാര്യം ശരിയാണ്. കുട്ടികൾ വലിയ തോതിൽ വിവരങ്ങൾ അവരുടെ വിരൽത്തുമ്പിൽ കിടക്കുകയാണ്. ഒന്ന്, കുട്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ സാങ്കേതിക കാര്യങ്ങളാണ് ചെയ്തു തുടങ്ങുന്നത്. ഈ ഫോണും മറ്റും ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഫോണും മറ്റും വെച്ചുകൊണ്ടുള്ള ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുന്നവരാണ് നമ്മുടെ കുട്ടികൾ. പക്ഷെ അതിൽ ആ ലോകം വളരെ വലുതാണ്. എന്നാൽ അതിനകത്തുള്ള ചതിക്കുഴികളുണ്ട്. ആ ചതിക്കുഴികൾ തിരിച്ചറിയാൻ പറ്റണം. അപ്പോൾ അതിന് ചിലപ്പോൾ ചെറിയ കുട്ടികൾക്ക് എല്ലാ വഴിയും തിരിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ ഒന്നും അച്ഛനമ്മമാരിൽ നിന്നും മറച്ചു വെക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സ്വകാര്യമായിട്ട് ചെയ്യാതിരിക്കുക. താൻ കാണുന്നത് സ്വകാര്യമായിട്ട് കാണണം എന്ന നിർബന്ധമില്ലാതിരിക്കുക. അമ്മയോ അച്ഛനോ കാണുന്നതിന് ഒരു തടസ്സമില്ലാതിരിക്കുക. അങ്ങനെയൊരു നില വന്നാൽ കുട്ടിക്ക് തന്നെ എന്താണ് കാണാവുന്നത് കാണാത്തത് എന്നതിനെ പറ്റിയൊരു ധാരണയുണ്ടാക്കാൻ ഇടയാകും.